ആ ശ്രീകാര്യം ശ്രീനിവാസന്റെ അടുത്ത് നിന്ന് വിക്രം ഒരു കാലത്തും വിട്ടുപോരില്ല. ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നോക്കി. അവസാനം ഇപ്പോ ഇലക്ഷന്റെ കാര്യം കൂടി വന്നപ്പോ ഞാൻ തീരുമാനം എടുത്തുന്നേ ഉള്ളൂ. അല്ലാതെ വേറൊരു പ്രശ്നവും നിനക്ക് വിക്രവുമായിട്ടില്ല അല്ലേ? ഇത് തന്നെ പോരച്ച. അടിയും വഴക്കം പോലീസ് കേസും എനിക്ക് മടുത്തു. അവസാനം നിനക്കത് മനസ്സിലായല്ലോ, അത് മതി. നീ അവൻ കിട്ടിയ താലിയുടെ പേരും പറഞ്ഞിറങ്ങിപ്പോയപ്പോ ഞാൻ പേടിച്ചത് നിന്റെ ഭാവിയെ ഓർത്തിട്ടായിരുന്നു. നീ ഒരു മികച്ച വക്കീലും പേരെടുത്തൊരു ന്യായാധിപയും ഒക്കെ ആവുമെന്ന് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. അവന്റെ കൂടെ ജീവിച്ചു തുടങ്ങിയപ്പോ അതൊക്കെ ഇല്ലാതായെന്ന് ഞാൻ കരുതി. നീ ചക്രപാണിയുടെ ഓഫീസിൽ ജോയിൻ ചെയ്തു എന്ന് കേട്ടപ്പോഴാ എനിക്ക് സമാധാനമായത്. ആ വക കാര്യങ്ങളിലൊക്കെ വിക്രമിന് വലിയ താല്പര്യമാണച്ച. ഞാൻ ജോലിക്ക് പോകുന്നതിലോ ഇനിയും പഠിക്കുന്നതിലോ ഒന്നും വിക്രമിന് എതിരഭിപ്രായം ഒന്നുമില്ല. പക്ഷെ അതുകൊണ്ടായില്ലല്ലോ. എന്തായാലും നന്നായി. അവസാനം നീ ഒരു തീരുമാനം എടുത്തല്ലോ. നാളെ മുതൽ ഓഫീസിൽ പോകുന്നുണ്ടോ? പോണം. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. പോണം. ആ ശ്രീനിവാസനെതിരെ നീ ഹാജരാകാൻ പോകുന്നു കേട്ടല്ലോ. അയാളെ ശരിക്കും എക്സ്പോസ് ചെയ്യണം. അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ഒപ്പം നീ സ്വയം ശ്രദ്ധിക്കുകയും വേണം. അയാൾ എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കാമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ നിനക്കെതിരെ അയാൾക്ക് വേണ്ടി വരുന്നത് വിക്രം തന്നെയായിരിക്കും. ആരൊക്കെയാണ് ശത്രുപക്ഷത്തുണ്ടാവുക എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അച്ഛാ ഞാൻ ഇറങ്ങിപ്പോരാൻ തീരുമാനിച്ചത്. അവരൊക്കെ ഏതറ്റം വരെ പോകുമെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സൂക്ഷിച്ചേ ഇനി മുന്നോട്ടുള്ള ഓരോ ചുവടും വെക്കും. അത് മതി. അപ്പൊ ശരി, നീ കിടന്നു. അച്ഛനൊരു കേസ് പഠിക്കാനുണ്ട്. വേദയെ കാണാനാണോ? അതെ. വിക്രം ശ്രീനിവാസന്റെ കൂട്ട് അവസാനിപ്പിക്കാത്തതാണ് അവളുടെ പ്രശ്നം. അല്ലാതെ അവര് തമ്മിൽ വേറെ ഇഷ്യൂ ഒന്നുമില്ല. നാളെ അവൻ അയാളുമായുള്ള ബന്ധം അവസാനിപ്പിച്ച വേദ തിരിച്ചു പോകുന്ന എന്റെ പേടി. കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. അവളൊന്ന് സാധാരണ മൂഡിലേക്ക് വരട്ടെ. നമുക്ക് നോക്കാം. അത്രേ ഉള്ളൂ അച്ഛാ. വെറുതെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാ. ശരി. അകത്തേക്ക് വരാലോ അല്ലേ? നീ അവിടെ നിന്ന് പോകുന്നതിന് പറഞ്ഞ കാരണം അച്ഛൻ എന്നോട് പറഞ്ഞു. അത് നന്നായി. എന്തായാലും അത് തന്നെയാണല്ലോ വീട്ടിലും പറഞ്ഞിരിക്കുന്നത് അല്ലേ? സഹോദരൻ ഭർത്താവിന്റെ അച്ഛനെ കൊല്ലാൻ തീരുമാനിച്ച് തട്ടിക്കൊണ്ടുപോയതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. മര്യാദയുടെ ഭാഷയില് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞതല്ലേ? അതനുസരിക്കാൻ നീ തയ്യാറാവാത്തതുകൊണ്ട് എനിക്ക് ഇതല്ലാതെ വേറെ മാർഗമില്ലെന്ന് വന്നു. എന്തു ചെയ്യാൻ? അല്ലാതെ ആഗ്രഹിച്ചത് നടത്താൻ എന്തും ചെയ്യാനുള്ളത്ര ക്രൂരത ഉള്ളതുകൊണ്ടല്ലേ. ഇത്രയും കാലം ഈ വീട്ടിൽ ഒരുമിച്ച് ജീവിച്ചിട്ടും എനിക്ക് നിങ്ങളെ മനസ്സിലായില്ലല്ലോ എന്നുള്ളൊരു ഖേദമേ ഉള്ളൂ. ആ വീട് വിട്ട് പോകുന്നതില് അത്ര വലിയ കുറ്റബോധത്തിന്റെ ആവശ്യമൊന്നുമില്ല. അത്ര വലിയ കുടുംബമൊന്നും അല്ലല്ലോ ഉപേക്ഷിച്ചത്. എന്നെങ്കിലും ആരുടെയെങ്കിലും കത്തി മുന്നിൽ തീരാനുള്ള ഒരു ഭർത്താവും അവന്റെ ഗതികെട്ട കുടുംബവും നീ വിഷമിക്കാതിരിക്കേ. ആ കുടുംബത്തെ പറ്റിയോ വിക്രമിനെ പറ്റിയോ പറയാനുള്ള അർഹത നിങ്ങൾക്കില്ല. എന്താടി, നിന്റെ ചേട്ടനെക്കാളും കേമനാണോ വിക്രം? എന്താ സംശയം? വിക്രമുമായി ഒരു കാര്യത്തിലും നിങ്ങൾക്ക് കമ്പാരിസൺ ഇല്ല. ഓ, അത് ഏതർത്ഥത്തിലായാലും ശരി. പിന്നെ കത്തിമുനയിൽ വീഴുന്ന കാര്യം, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പിന്നിൽ നിങ്ങൾ തന്നെയായിരിക്കും. അതിലിനി എനിക്ക് സംശയമില്ല. അയ്യോ, ഞാനിനി ആ ഭാഗത്തേക്കേ ഇല്ല. എനിക്ക് വേണ്ടത് ഇനി ഞാൻ പതിയെ പറയാം. അത് നീ അനുസരിച്ചാ മതി. അത് വേണോ എന്ന കാര്യം നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു. അതോടെ നമ്മുടെ ഡീല് കഴിഞ്ഞു. ഓഹോ, അപ്പോ ഇനിയും നീ ഫൈറ്റ് ചെയ്യും എന്ന് തന്നെയാണോ? നീ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നല്ലോ ഇവിടെ. ഈ കാര്യങ്ങൾ പുറത്തു പറയുകയോ അച്ഛൻ അറിയുകയോ ചെയ്താൽ അറിയാലോ. മതി, ഇനി ഭീഷണി വേണ്ട. നിങ്ങൾ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം. സഹോദരന്റെ സ്നേഹനാട്യവുമായിട്ട് ഇനി എന്റെ അടുത്തേക്ക് വരരുത്. അതെങ്ങനെ ശരിയാവും? ഞാൻ നിന്നോട് സംസാരിക്കാതിരുന്നാലേ ഇവിടെ ഉള്ളൊരു സംശയിക്കില്ലേ? അതുകൊണ്ട് ഞാൻ നിന്നോട് മിണ്ടുകയും പതിവ് പോലെ സംസാരിക്കുകയും ചെയ്യും. മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതുകൂടി കഴിയട്ടെ. അതുവരെ നമുക്കിങ്ങനെ നാടകം കളിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, ശരിയെന്ന്. തന്നെ പേടിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് കരുതിയെങ്കിൽ തെറ്റി ശ്രീകാന്തേ. തന്നെയും അങ്കിളിനെയും വലിച്ചു കയറിട്ടെ ഞാൻ ഈ കളി അവസാനിപ്പിക്കും. സത്യം. മോനെ ചായ ചൂടുണ്ടേ? അത് കുഴപ്പമില്ല. നീ വരുന്നത് പോലും കാത്തു നിൽക്കാതെ വേദ പോയത് ഒത്തിരി കടുപ്പായിട്ടോ? അതെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോയിരുന്നില്ലേ? അതിനർത്ഥം അങ്ങനെ പറയാൻ മാത്രമൊന്നും കാണില്ല എന്നാണെങ്കിലോ? പിന്നെ എന്തിനാ പോണത്? അത് നേരിട്ട് ചോദിച്ചു. അതെ, നീ അവളുടെ അടുത്തേക്ക് നാളെ നേരിട്ട് ചെല്ല്. എന്നിട്ട് മുഖത്ത് നോക്കി കാര്യം പറയാൻ പറ. വേദ വീട്ടിൽ നിന്ന് പോകുമ്പോ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നതെങ്കിലോ? അത് വിക്രമിന്റെ മുന്നില് ചെലവാകാൻ പോണില്ലെന്ന് അവൾക്ക് അറിയില്ലേ? പക്ഷെ അവൾ അത് മാത്രമല്ലേ പറയുന്നുള്ളൂ. എങ്കിൽ പിന്നെ നീ അത് ചെയ്യണം. ശ്രീ സാറിനെ കൂട്ടിവിടണം. അത് ഞാൻ തീരുമാനിച്ചു. ശരിക്കും? ശ്രീനി സാറിനോട് ഞാൻ സൂചിപ്പിച്ചു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒന്നിനും കാണില്ലാന്ന്. അത് നന്നായി. സാറ് സമ്മതിച്ചോ? സാറിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം? നീ നോക്കിക്കോ. നീ അത് പറയുന്നതോടുകൂടി വേദ അവളുടെ തീരുമാനം മാറ്റും. ഇത്രയും കാലം അവള് പറഞ്ഞിട്ടും നീ കേൾക്കാത്തൊരു കാര്യമാണുള്ളത്. അത് ചെയ്യാൻ കൂടുന്ന പറഞ്ഞാ വേദയ്ക്ക് പിന്നൊന്നും പറയാണ്ടാവില്ല. നീ ധൈര്യമായിട്ടിരിക്കടാ. വേദളം ഏത് നേരത്താ നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ തോന്നിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ദിവസം ഞാൻ ഇനി മറക്കുമെന്ന് തോന്നുന്നില്ല. കാര്യം നിന്നെ കൊണ്ട് നടക്കാൻ ഒരു താല്പര്യവും ഇല്ലെങ്കിലും ഇവിടെ ഇങ്ങനെ വിട്ടിട്ട് പോകുമ്പോ എന്തോ ഒരു ഫീല്. നീയുമായിട്ട് ആ വീട്ടിൽ വെച്ചുണ്ടാക്കിയ വഴക്കും വക്കാണവും തർക്കവും തമ്മിത്തല്ലും എല്ലാം എനിക്ക് ശരിക്കും മിസ് ചെയ്യും. നിന്നോട് എന്തോ ഒരു ഇഷ്ടം എനിക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പോവാം. കേറ്. ഈ ഫസ്റ്റ് നൈറ്റ് സെറ്റിടലും പരിപാടിയും ഞാൻ പ്ലാൻ ചെയ്തതാ. ഇതൊന്നും ഞാനും പ്ലാൻ ചെയ്തതല്ലോ. അതാണ് ഡിയർ വിട്ടുപോത്തെ കാര്യം. നമുക്കിനി അച്ഛമ്മയെ അനുസരിക്കുകയെ നിവർത്തിയുള്ളൂ. എന്നുവെച്ചാ ഇനി നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞു തരണോ? അയ്യേ, നിനക്ക് നാണമൊന്നുമില്ലേ? നിങ്ങൾ ആണുങ്ങൾക്കില്ലാത്ത നാണം പെണ്ണുങ്ങൾക്ക് വേണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത്രയൊക്കെ അച്ഛമ്മ പറഞ്ഞിട്ടും നിങ്ങൾ പറ്റില്ലാന്ന് പറഞ്ഞു. മണവാളന്റെ വേഷവും കെട്ടി ഈ മുറിയിലേക്ക് പറഞ്ഞു വിട്ടപ്പം
പറ്റില്ല എന്ന് എതിർത്തും. അപ്പോ നിങ്ങളുടെ മനസ്സിന്റെ കോണിലും ഇതൊക്കെ നടക്കണമെന്ന് തന്നെയാണ് വിചാരം, അല്ലേ? നേരെ എത്രയായി ശ്രീജെ? 9 മണി കഴിഞ്ഞു. അവനെ കണ്ടില്ലല്ലോ ഇതുവരെ. ഇതിലും വൈകുന്നല്ലേ സാധാരണ? പിന്നെന്താ? അങ്ങനെയല്ലല്ലോ ഇന്ന്. അവനെ തന്നെ നോക്കിയത് കണ്ടില്ലേ? അങ്ങനെ കണ്ണു നിറഞ്ഞ് അവനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ട്. പുറമെ ചീത്തവിളിയും ബഹളവും ഒക്കെ കാണിക്കുന്നേ ഉള്ളൂ. വേദ പോയതോടെ അവനെ ആകെ തളർന്നു പോയിട്ടുണ്ട്. അങ്ങനെ അവള് പോകുന്ന അവനൊട്ടും പ്രതീക്ഷിച്ചു കാണില്ല. വേദിക്കും അവനെ അങ്ങനെ വിട്ടുപോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കുട്ടിയുടെ ഉള്ളിലും വിക്രമിനോട് വലിയ സ്നേഹമുണ്ട്. എന്നിട്ടെന്താ ഇങ്ങനെ സംഭവിക്കുക? ചിലപ്പോ അച്ഛൻ പറഞ്ഞതുപോലെ ഇത് വേദയുടെ ഒരു പരീക്ഷണമാണെങ്കിലോ? അങ്ങനെ സമാധാനിക്കാനാ എനിക്കിഷ്ടം. പറയാൻ മാത്രമല്ല പ്രവർത്തിച്ച് കാണിക്കാനും തനിക്ക് അറിയാന്ന് വേദ തെളിയിച്ചതാണെങ്കിലോ? വിക്രം അത് തിരിച്ചറിഞ്ഞ് അവള് വിചാരിച്ചതുപോലെ പൂർണ്ണമായി മാറുമെന്ന് ഉറപ്പാക്കാൻ ചെയ്യുന്ന ഒരു നാടകമാണെങ്കിലോ ഇത്? അങ്ങനെയെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷേ അവളുടെ സംസാരവും ആ ഇറങ്ങിപ്പോക്കം കണ്ട് എനിക്കങ്ങനെ വിശ്വസിക്കാനാവുന്നില്ല. അവളും മടുത്തിട്ടുണ്ടാവുമെന്നൊരു തോന്നൽ. അങ്ങനെയാണെങ്കിൽ ഇതിലും വലിയ പ്രശ്നങ്ങൾ വന്നപ്പോ ഇറങ്ങി പോവേണ്ടതല്ലേ അമ്മേ? അപ്പോഴൊക്കെ ഇവിടെ നിന്ന് വേദ അച്ഛനും വിക്രമും ഒക്കെ തെറ്റിദ്ധാരണ നീങ്ങി ഒന്നായി കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ ഇറങ്ങി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിക്രമ കെട്ടിയ താലിയുടെ ബലത്തില് ഇങ്ങോട്ട് ഇറങ്ങി വന്നവളവള്. നന്ദിനിയൊക്കെ പറഞ്ഞിരുന്ന പോലെ പ്രതികാരമാണ് അവളെ ലക്ഷ്യമെങ്കിൽ അത് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങള് ആൾക്കുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും അപ്പുറത്ത് അവര് തമ്മിലുള്ള സ്നേഹം വളർന്നിട്ടുണ്ടമ്മേ. അത് പെട്ടെന്നൊരു ദിവസം വേണ്ടെന്ന് വെക്കാൻ വേദയ്ക്കാവില്ല. അവള് തിരിച്ചു വരുമെന്നാണോ നീ പറയുന്നേ? അവൾക്ക് വരാതിരിക്കാനാവില്ലെന്നാ എന്റെ വിശ്വാസം. എന്താ അമ്മേ? അമ്മ വിഷമിക്കാതിരിക്കെ. ഞാൻ പറഞ്ഞത് സത്യമാവും, ഉറപ്പ്. നിന്നെ പോലെ ഒരു മൂത്ത മകളെ കൂട്ടിപ്പിടിക്കാൻ ഉണ്ടായതുകൊണ്ട് ഈ വീട് ഉടഞ്ഞു ചിതറിപ്പോവാതിരുന്നത്. അമ്മേ അങ്ങനൊന്നും പറയല്ലേ. അതേ മോളെ, നീ ഒരിക്കലും നിന്നെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഈ വീടിന് ദോഷം വരരുതെന്ന് നീ ചിന്തിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ വേദേ, നിങ്ങൾ രണ്ടുപേരും ഈ വീടിന്റെ ഭാഗ്യം. അതുകൊണ്ട് തന്നെ നീ പറയുമ്പോ എനിക്ക് വിശ്വാസം അവള് വരുമായിരിക്കും. നമ്മള് പഴയ പോലെ ജീവിക്കുമായിരിക്കും, അല്ലേ? ഞങ്ങള് നിന്നെ നോക്കിയിരിക്കുകയായിരുന്നു. വാ, എന്തെങ്കിലും കഴിക്കാം. എനിക്ക് വേണ്ടമേ, വിശപ്പില്ല. മലയിൽ നിന്ന് വന്നിട്ട് നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ പുറത്തുനിന്ന് കഴിച്ചമേ. നോണ പറയരുത്. വാ, ഞാൻ എല്ലാം എടുത്തു വെച്ചിരിക്കും. വേണ്ടമ്മേ, വിശപ്പില്ലാത്തതുകൊണ്ടാ. അല്ലാതെ അമ്മ വിചാരിക്കുന്നത് പോലെ സങ്കടം കൊണ്ടൊന്നുമല്ല. ശ്രീജയടത്തി പറഞ്ഞതുപോലെ അവളൊരു ചെക്ക് വെച്ചിരിക്കുകയാണെങ്കിലോ ഞാൻ അടുത്ത കാര്യം എങ്ങോട്ട് നീക്കുമെന്നറിയാൻ. ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്ക് വിക്രം. ശരിയാ ശ്രീജയടത്തി, അവൾ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ഭാര്യ എന്ന പരിഗണന ഞാൻ അവൾക്ക് ഒരിക്കലും നൽകിയിട്ടില്ല. ആദ്യത്തെ കുറെ കാലം എവിടെ നിന്നോ വന്ന് ഈ വീട്ടിൽ താമസിക്കുന്ന ആരും ഒരാളായിരുന്നു അവൾ എനിക്ക്. പിന്നീട് പല ഘട്ടങ്ങളിലായിട്ടാണ് അവളെ ജീവിതത്തിലേക്ക് അടുത്തത്. അറിഞ്ഞുകൊണ്ട് അവളെ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോഴും അറിയാതെ മനസ്സ് അവളിലേക്ക് അടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും അത് അവളുടെ നേരെ കാണിച്ചിട്ടില്ല. എന്റെ കണ്ണിൽ നിന്ന് പോലും അവൾക്കത് പിടിയിട്ടാതിരിക്കാൻ പലപ്പോഴും അവൾ നോക്കുമ്പോ ഞാൻ മുഖം തിരിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ അവള് പോയാൽ ഒരിക്കലും വേദനിക്കില്ല എന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷെ ഇപ്പൊ ആ വേദന ഉള്ളിലുണ്ട്. അവളോടുള്ള ഇഷ്ടം എത്രത്തോളം ആയിരുന്നു എന്ന് മനസ്സിലാക്കാനാവും ചിലപ്പോ. അതുകൊണ്ടായിരിക്കും എന്റെ ഉള്ളിൽ പിഴയുന്നത്. അല്ല അമ്മേ, അമ്മ കരയാതിരിക്കുക. അങ്ങനെയൊന്നും അവള് പോകില്ല. നാളെ ഞാൻ പോയി അവളെ കാണുന്നുണ്ട്. അതെയോ? ഇത്രയും കാലം അവളോട് ബലം പിടിച്ച് നിന്നിട്ടേ ഉള്ളൂ. അവള് പറയുന്നതിനെല്ലാം എതിര് പറഞ്ഞിട്ടേ ഉള്ളൂ. ജീവിതത്തിൽ പറയുന്നതൊന്നും അനുസരിക്കില്ല എന്ന് ഭാവിച്ചിട്ടേ ഉള്ളൂ. ഇനി അത് മാറ്റാം. അവളോട് തോൽക്കുന്നതിലും ഒരു സന്തോഷമുണ്ടെന്നേ. അത് അവൾ കൂടി മനസ്സിലാക്കിക്കോട്ടെ. അമ്മ ചെന്ന് കിടന്നോ. എനിക്ക് ഭക്ഷണം വേണ്ട. വാശിയുണ്ടെന്നല്ല, വിശപ്പില്ല. ശരി. അവന്റെ മനസ്സ് ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായില്ലേ? നാളെ അത് വേദിക്ക് മനസ്സിലാവും. അതോടെ എല്ലാ പ്രശ്നവും തീരും. അമ്മ വാ. ഈശ്വര അനുഗ്രഹിക്കണേ. ഞാൻ കിട്ടിയ താലി ഇപ്പോഴും അവളുടെ കഴുത്തിലുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് കണ്ടേ പറ്റൂ. എന്നാ അതും കൂടി വലിച്ചു പൊട്ടിച്ച് നിന്റെ മുഖത്തേക്ക് ഞാൻ വലിച്ചെറിഞ്ഞുതരാം.